ഇളക്കിയെടുക്കുമ്പോൾ കയ്യിലുണ്ട് പോരും. കണ്ടോ, അത് കിട്ടി. കണ്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ സുധീഷ് ഗുരുവായൂരാണ്, ദുബായിൽ നിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ശീതകാല പച്ചക്കറികളായിട്ടുള്ള ക്യാരറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതിൽ ഒരുപാട് കാൽസ്യവും അയണും നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരറ്റിൻ്റെ കൃഷി രീതിയിലാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് വിളവെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ, നമുക്ക് ഇന്നത്തെ ക്യാരറ്റിൻ്റെ കൃഷി രീതികൾ ആരംഭിക്കാം. കണ്ടോ, ഇതൊക്കെ ക്യാരറ്റാണ്. ഇത് കിട്ടുന്ന ക്യാരറ്റിൻ്റെ കറക്റ്റ് കാണാനായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് മണ്ണൊക്കെ മാറ്റാം. അപ്പോൾ ക്യാരറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കാം. കണ്ടല്ലേ, കണ്ടോ, ക്യാരറ്റ് കാണാണ്ടാവുന്ന ഇരിക്കുന്നു. ഇതൊക്കെ ഇവിടെ ക്യാരറ്റുകളാണ്. ഇവിടെ ഈ സൈഡൊക്കെ ക്യാരറ്റാണ്. കണ്ടോ, കണ്ടോ കൂട്ടുകാരെ. എന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ക്യാരറ്റ് ചെറുതുകൊണ്ട് കേട്ടോ, ചെറിയ ക്യാരറ്റ് വരുന്നുണ്ട്. കണ്ടോ, ചെറുതാവണയുള്ള ചിലത്. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും നമുക്ക് എടുക്കാം. ഒന്നിങ്ങനെ ഇളക്കിയിട്ട് എടുക്കണം. ഇളക്കിയെടുക്കുമ്പോൾ കയ്യിലുണ്ട് പോരും. കണ്ടോ, അത് കിട്ടി. കണ്ടോ, കണ്ടോ കൂട്ടാരെ, ഇതാണ് ക്യാരറ്റ് വിളവെടുപ്പ്. ഇത്രയും ക്യാരറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒരു മുടന്ന് കിട്ടിയത് ക്യാരറ്റാണ് ഇത്രയും. കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ക്യാരറ്റ് കൃഷി ചെയ്തതെന്ന് അറിയണ്ടേ. അപ്പോൾ തന്നെ ഇതിൻ്റെ പരിചരണം നിങ്ങൾക്ക് അറിയണ്ടേ. അതാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പങ്കുവയ്ക്കാൻ പോണത്. കണ്ടാലോ നമുക്ക്. സുഹൃത്തുക്കളെ, നമ്മൾ ശൈത്യകാലത്ത് ചെയ്യുന്ന കൃഷികളാണ് കാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി, ബീട്രൂട്ട്, അതുപോലെ മുള്ളങ്കിയൊക്കെ നമ്മൾ ശൈത്യകാലത്താണ് കൃഷി ചെയ്യാറുള്ളത്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന പച്ചക്കറി വിളകളിൽ ഒന്നാണ് നമ്മുടെ ക്യാരറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചശക്തി കിട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസറിനെ ചെറുക്കാനും ഒക്കെ നമ്മൾ ഈ ക്യാരറ്റ് കഴിക്കുമ്പോൾ സാധിക്കാറുണ്ട്. പിന്നെ വിത്തുകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം ആഴത്തിൽ വിത്തുകൾ നടാതിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മുള വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് നടാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് അറിയോ, കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് ചാണകപ്പൊടി, കുറച്ച് മണ്ണ് ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടിരിക്കണം. ഇതെല്ലാം കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള സംഭവമാണിത്. കണ്ടോ, ചകിരിച്ചോറുണ്ട്, മണ്ണുണ്ട്, കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ ഇത്രയും കാരണം കുറച്ച് വലിപ്പമുള്ള ചട്ടികൾ എടുക്കാനായിട്ട്, പോട്ട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്യാരറ്റ് നമ്മൾ എപ്പോഴും നീളം കൂടുതൽ അടിയിലോട്ടാണ് വരുന്നതുകൊണ്ട് കുറച്ച് നീളമുള്ള ചട്ടികൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ക്യാരറ്റിൻ്റെ വിത്തിൻ്റെ ടിന്നുകൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കാരണം കൃഷി ഷോപ്പുകൾ, വിത്തുകൾ വിറ്റുന്ന കടകളിലൊക്കെ ക്യാരറ്റിൻ്റെ വിത്തുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, കൂടുതൽ കിട്ടും. അപ്പോൾ നല്ലതിനും വിത്തുകൾ, നല്ലതിനും കമ്പനി നോക്കിയിട്ട് എടുക്കാൻ നോക്കാം. ഇതാണ് വിത്ത്. കണ്ടോ, ഇതാണ് ക്യാരറ്റിൻ്റെ വിത്ത് വരുന്നത്. ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, ബാൽക്കണിയിലൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത്. വിത്തുകൾ ഇടുമ്പോൾ നമ്മൾ ഒരു 3 വിത്ത് വീതം ഇടുക. ഒരു കാരണം സാധാരണ നീളമുള്ള പോട്ട്സ് ആണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. നീളമുള്ള പോട്ട്സുകളാണെങ്കിൽ കുറച്ചുകൂടി, കാരണം നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാലും ഇത് അതില്ലാത്തവർക്ക് ഇതിലിടാം. 1 ലൈൻ, 2 ലൈൻ, 3 ലെയറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഒരു വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്യാരറ്റിൻ്റെ വിത്തുകൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ അടിയിലേക്കാണ് പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് വളരാനുള്ളൊരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറും കുറച്ച് മണ്ണും കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ പൊടി മിശ്രിതവും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് മിക്സാക്കി നല്ലവണ്ണം നമ്മൾ ഇളക്കി മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് നിറയ്ക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും. ഈ മുളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടി കൊടുക്കുക. ഇതാണ് നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നമ്മൾ ചട്ടികളിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്.
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യാൻ പോണത് ക്യാരറ്റിൻ്റെ വിത്തുകൾ ഇടാൻ പോവാണ്. ക്യാരറ്റ് വിത്ത് നേരത്തെ ഞങ്ങൾ ഇട്ടു കണ്ടിരുന്നു. ബാൽക്കണി കരിക്ക് ഇടേണ്ട രീതിയിൽ ഞാൻ കാണിച്ചു തന്നു. പോട്ട്സിൽ അതുപോലെ ഗ്രോ ബാഗിൽ ഇടേണ്ട കാര്യം ഞാൻ കാണിച്ചു തന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്നറിയോ, ശീതകാല പച്ചക്കറി ആയിട്ടുള്ള ക്യാരറ്റ് നമുക്ക് എങ്ങനെ നിലത്ത് ഇടാം എന്നുള്ളത് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം വിത്തുകൾ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള മണ്ണിലാണെങ്കിൽ നിലത്താണെങ്കിൽ നമ്മളത് തന്നെ നമ്മൾ ഈ ഇങ്ങനെ കിടക്കുന്ന നിലം നന്നായിട്ട് ഇളക്കി മറക്കണൊക്കെ നമ്മൾ ആദ്യം ഇട്ടിരുന്നുണ്ട്. ചാണകപ്പൊടി ഇട്ടു, ആട്ടുംകാട്ട ഇട്ടു, കുറച്ച് വെണ്ണീര കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മായം കൂടിയും കുറച്ച് വെതറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണേ, ഈ മണ്ണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക, നല്ലവണ്ണം ഇളക്കുക, ലൂസാക്കി എടുക്കുക. ഓക്കെ, അങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ കണ്ടോ ഇതേപോലെ ഇതൊക്കെയാണ് വളമാണ്. അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, മുള്ളങ്കി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വരമ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ വരമ്പുകൾ ഇങ്ങനെ കൂട്ടി കൊടുക്കുക, മണ്ണ് കൂട്ടി കൊടുക്കുക. എന്തിനാ വെച്ചാൽ മണ്ണ് കൂട്ടി കൊടുക്കണം എന്താ വെച്ചാൽ, നമ്മൾ ക്യാരറ്റ് എപ്പോഴും നമ്മൾക്ക് ഇതിൽ ചോട്ടിലാണ് ഉണ്ടാവുക, മണ്ണിൻ്റെ അടിയിലാണ് ക്യാരറ്റ് ഉണ്ടാവുക. അതുപോലെ ബീട്രൂട്ട് ആണെങ്കിലും റാഡിഷ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് സുഖമായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈൽഡ് കൂടാനും വേണ്ടിയാണ്. ഈ ഉറച്ച മണ്ണിലാണ് നമ്മൾ ക്യാരറ്റ്, നിരപ്പായ മണ്ണിൽ ക്യാരറ്റ് നടുമ്പോൾ അതിൻ്റെ ഈൽഡ്, അതിൻ്റെ വലുപ്പം വളരെ കുറയും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് സെപ്റ്റംബർ ലാസ്റ്റ് മുതലാണ് നമ്മൾ ശീതകാല പച്ചക്കറിയുടെ കൃഷി ആരംഭിക്കുന്നത്. ശീതകാല പച്ചക്കറികളിൽ പെട്ടതാണ് നമ്മൾ ക്യാരറ്റ്, റാഡിഷ്, കാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി ഒക്കെ നമ്മൾ ശീതകാല പച്ചക്കറികളാണ്. അപ്പോൾ ക്യാരറ്റ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിത്തിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ അധികം അടിയിലോട്ട് കുഴിക്ക് പോകാൻ പാടില്ല. അതുമാത്രമല്ല 10 സെൻറ്റി നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഒരു വിത്ത് മുതൽ അടുത്ത വിത്ത് മുതൽ 10 സെൻറ്റി വരെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ കണ്ടോ. അപ്പോൾ നമ്മളിനി വിത്തുകളിടാം. നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്ന വിത്തുകൾ ഇടുമ്പോൾ നമ്മൾ കണ്ടോ, ഇതാണ് വിത്തുകൾ, ക്യാരറ്റിൻ്റെ വിത്തുകളാണത്. നല്ല ഇനം വിത്തുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് 2-3 വിത്തുകൾ ഒന്നിലോട്ട് കൊടുക്കുക, ഒരു കുഴിയിലോട്ട്. ചെറുങ്ങനെ നമ്മൾ മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ക്യാരറ്റ് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. കാരണം വളരെ ഈസിയാണ്. ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് വളരെ സുഖമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ആഴ്ചകളും നമ്മൾ വളം കൊടുക്കുന്ന മറ്റു പച്ചക്കറികളെ പോലെ തന്നെയാണ് നമുക്ക് ക്യാരറ്റിൻ്റെയും വള രീതി എന്ന് പറയുന്നത്. പക്ഷേ എന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എപ്പോഴും നമ്മൾ എല്ലാ ആഴ്ചകളും വളം കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ തന്നെ വെള്ളം കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് മണ്ണിങ്ങനെ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മണ്ണിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുത്താലാണ് ഇതിൻ്റെ ഈൽഡ് നമുക്ക് നല്ല വലുപ്പമായിട്ടുള്ള ക്യാരറ്റിന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ചുരുങ്ങിയത് 2 മാസമാണ് നമുക്ക് ഇതിൻ്റെ ക്യാരറ്റിൻ്റെ വിളവിനുള്ള സമയം. എങ്ങനെയാണ് ക്യാരറ്റ് കൃഷി ചെയ്യുക, അതിന് നടുക എന്നുള്ള രീതിയിലാണ് എനിക്ക് കൂട്ടുകാർ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റിൻ്റെ കൃഷി രീതി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒന്ന് പറയാൻ വെച്ചാൽ, ഇതുപോലെ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ ഇലയുണ്ടല്ലോ, ഇല ശരിക്കും നമുക്ക് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മൾ സാധാരണ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻസ്, ഇവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇങ്ങനെ ക്യാരറ്റിൻ്റെ ഇലകളൊക്കെ ഉപയോഗിക്കുന്നത്, തോരൻ വെക്കാറ്. പക്ഷേ ഞാൻ നല്ല കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇല ഉപയോഗിക്കുക. നല്ല വിറ്റാമിൻസ് ആണ്, പ്രോട്ടീൻ ഉണ്ട്. ചീരയുടെ ഇല വെക്കുന്ന അതേപോലെ തന്നെ തോരനായിട്ട് വെക്കും. അപ്പോൾ കൃഷി രീതിയൊക്കെ എൻ്റെ കൂട്ടർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു വിളയാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ. മണ്ണ് ഇങ്ങനെ കൂട്ടി പൊലിപ്പിച്ച് കൊടുക്കുക, വരമ്പാക്കി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വിത്തുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ തന്നെ നിറയെ ക്യാരറ്റ് നിങ്ങൾക്ക് ദിവസവും വിളവെടുത്തെടുക്കാം. ഇതിപ്പോൾ കുറേ ഇനി വിളവെടുക്കാനുണ്ട്. ഒരു പറക്കലിന് ഉണ്ടായിട്ടുള്ള ക്യാരറ്റാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും ക്യാരറ്റ് എത്രയോ ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ഇനിയും ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൃഷി രീതികളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ദുബായിൽ നിന്ന് നിങ്ങളെ സ്വന്തം ഗിന്നസ് സുധീഷ് ഗുരുവായൂരാണ്.